വെറും 10 മിനിറ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സംഭവമാണ്. ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വേണം കേട്ടോ. ഞാൻ 1 കപ്പേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ 2 കപ്പ് വെള്ള അവിലാണ് ഞാൻ എടുത്തിട്ടില്ല. മറ്റേ അവിലായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ. അതിനുശേഷം വെള്ളം കളഞ്ഞെടുക്കുക. ഒരു 5 മിനിറ്റ് അതിനെ മാറ്റി വെക്കുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ട തേങ്ങയാണ്. തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മറ്റേ കട്ടിയുള്ള അവിലാണെങ്കിൽ നിങ്ങളൊരു 2-3 മിനിറ്റ് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം അവിലെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പിടി പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക കൈ വെച്ചിട്ട്. അപ്പോൾ എല്ലാതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ ആവിയിൽ ഒരു 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അത്ര സമയം മതി, ഒരുപാട് നേരം വേവിക്കേണ്ട. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിലോ എന്തെങ്കിലും ഒരു ആവിപാത്രത്തിൽ വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം എടുക്കുകയാണ്. ഇനി നല്ല തേങ്ങാ ചമ്മന്തിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാം സംഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കടക്കം സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ പറ്റിയൊരു സംഭവമാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിതൊരു സാധാ തേങ്ങാ ചമ്മന്തിയുടെ കൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ചുമ്മാ കഴിക്കാനാണെങ്കിലും സംഭവം കൊള്ളാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.